2003 സെപ്റ്റംബർ 2. അമേരിക്കയിലെ ഐഡഹോ സ്റ്റേറ്റിലുള്ള ബെൽവ്യൂ സിറ്റിയാണ് സ്ഥലം. രാവിലെ 6:20 കാണും. ഒരു ഗൺഷോട്ടിന്റെ ശബ്ദം കേട്ട് 16 വയസ്സുള്ള സാറ ജോൺസൺ എന്ന പെൺകുട്ടി ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു. എവിടെ നിന്നുമാണ് ശബ്ദം കേട്ടത് എന്ന് അവൾക്കറിയില്ലായിരുന്നു. കാര്യം തിരക്കാനായി പെട്ടെന്ന് ബെഡിൽ നിന്നും എഴുന്നേറ്റ സാറ ഡോർ തുറന്ന് താഴെ പാരന്റ്സ് കിടക്കുന്ന റൂമിലേക്കോടി. സ്റ്റെയർകേസ് ഇറങ്ങുന്നതിനിടയിൽ പാരന്റ്സിന്റെ റൂമിൽ നിന്നും രണ്ടാമത്തെ തവണയും വെടിയൊച്ച കേട്ടു. അതിനോടൊപ്പം അവളുടെ അച്ഛന്റെ നിലവിളിയും. ഇതോടെ തങ്ങളുടെ വീട്ടിൽ ആരോ അതിക്രമിച്ച് കയറിയിട്ടുണ്ട് എന്നും അയാൾ തന്റെ പാരന്റ്സിനെ ആക്രമിച്ചിട്ടുണ്ട് എന്നും സാറയ്ക്ക് മനസ്സിലായി. അവൾ കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ വീട്ടിൽ നിന്നും പുറത്തേക്കോടി അയൽവാസികളോട് കാര്യം പറഞ്ഞു. വെടിയൊച്ച കേട്ട് അവരും പേടിച്ചിരിക്കുകയായിരുന്നു. അവരുടനെ എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു. എന്നാൽ സാറ ഉൾപ്പെടെ ആരും തന്നെ വെടിയുതിർത്ത വ്യക്തിയെ നേരിട്ട് കണ്ടിരുന്നില്ല. പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ ആ വീടിനകത്ത് സാറയുടെ പാരന്റ്സ് ആയ അലൻ സ്കോട്ടും ഡയാൻ ജോൺസണും ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആ വീട്ടിൽ നിന്നും കില്ലർ രക്ഷപ്പെട്ടിരിക്കുന്നു. ആരാണ് അലൻ സ്കോട്ടിനെയും ഡയാനെയും ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. കൊല ചെയ്യപ്പെടുമ്പോൾ അലൻ സ്കോട്ട് ജോൺസന് 46 വയസ്സും ഡയാൻ ജോൺസന് 52 വയസ്സുമായിരുന്നു പ്രായം. പോലീസ് ക്രൈം സീൻ വിശദമായി പരിശോധിച്ച് തെളിവുകൾ ഓരോന്നായി കളക്ട് ചെയ്തു. തലയിൽ വെടിയേറ്റ നിലയിൽ ബെഡിൽ നിന്നുമാണ് ഡയാൻ ജോൺസന്റെ ഡെഡ് ബോഡി കണ്ടെത്തിയത്. വളരെ ക്ലോസ് റേഞ്ചിൽ നിന്നുമാണ് ഡയാന വെടിയേറ്റിരിക്കുന്നത് എന്നായിരുന്നു ബാലിസ്റ്റിക് എക്സ്പെർട്സിന്റെ കണ്ടെത്തൽ. സ്വാഭാവികമായും അവർ ഉറക്കത്തിലായിരുന്നിരിക്കാമെന്നും നടന്നതെന്താണെന്ന് പോലും അറിയാതെയാണ് അവർ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് എന്നും പോലീസുകാർക്ക് മനസ്സിലായി. ക്ലോസ് റേഞ്ചിൽ നിന്നും വെടിയേറ്റതുകൊണ്ട് തന്നെ ഡയാന്റെ തല തകർന്നു പോയിട്ടുണ്ട്. ചുമരിൽ മുഴുവൻ ചോര തെറിച്ചിട്ടുണ്ട്. തലയോട്ടിയുടെ ഭാഗങ്ങൾ നിലത്ത് കാണാമായിരുന്നു. കട്ടിലിന് താഴെയായി ഒരു ടവൽ മാത്രം ധരിച്ച അവസ്ഥയിലായിരുന്നു അലൻ സ്കോട്ടിന്റെ ഡെഡ് ബോഡി കണ്ടെത്തിയത്. അലന്റെ ഡെഡ് ബോഡിക്ക് അരികിലായി തന്നെ മർഡർ വെപ്പണായ 264 കാലിബർ വിൻസ്റ്റൺ റൈഫിൾ കിടക്കുന്നുണ്ടായിരുന്നു. ഇതോടെ ഇതൊരു മർഡർ കം സൂയിസൈഡ് ആയിരിക്കുമെന്നായിരുന്നു പോലീസുകാരുടെ ആദ്യ നിഗമനം. അതായത് ഡയാനെ കൊന്ന് അലൻ ആത്മഹത്യ ചെയ്തതായിരിക്കണം. എന്നാൽ പെട്ടെന്ന് തന്നെ അവരുടെ നിഗമനം തെറ്റാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടു. കാരണം അലൻ സ്കോട്ടിന്റെ ദേഹത്ത് 2 സ്ഥലത്ത് വെടിയേറ്റിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ ആദ്യത്തെ ഫയറിംഗിൽ തന്നെ മരണപ്പെടുന്ന വിധത്തിൽ തലയിലായിരിക്കും മാക്സിമം ഫയർ ചെയ്യുന്നത്. അലൻ സ്കോട്ടിന്റെ ചെസ്റ്റിലായിരുന്നു 2 തവണയും വെടിയേറ്റിരിക്കുന്നത്. അതുപോലെ പോലീസ് എത്തുമ്പോൾ ബാത്റൂമിലെ ഷവർ ഓണായി വെള്ളം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബാത്റൂം വാളിൽ ഒരു ബുള്ളറ്റ് കയറിയതിന്റെ പാടുമുണ്ട്. ഇതിൽ നിന്നും അലൻ സ്കോട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബാത്റൂമിൽ വെച്ചാണ് ആക്രമിക്കപ്പെട്ടത് എന്നും മനസ്സിലായി. അതുപോലെ അലൻ സ്കോട്ടിനെ കൊന്ന് ഡയാൻ ജോൺസൺ ആത്മഹത്യ ചെയ്തിരിക്കാനുള്ള സാധ്യതകളും പോലീസ് തള്ളിക്കളഞ്ഞു. കാരണം അവരുടെ തലയ്ക്ക് പുറകിലാണ് വെടിയേറ്റിരിക്കുന്നത്. മർഡർ വെപ്പൺ വലിപ്പം കൂടിയ 264 കാലിബർ വിൻസ്റ്റൺ റൈഫിളാണ്. അതുകൊണ്ട് സ്വയം തലയ്ക്ക് പുറകിൽ വെടിവെക്കുന്നത് പ്രയാസമാണ്. ഇതോടെ മൂന്നാമതൊരാൾ ആ വീടിനകത്ത് എത്തിയിട്ടുണ്ട് എന്നും അയാൾ കൊലപാതകം നടത്തിയതിനു ശേഷം രക്ഷപ്പെടുകയായിരുന്നു എന്നും പോലീസ് ഉറപ്പിച്ചു. കില്ലറിനെതിരായ തെളിവ് കണ്ടെത്തുന്നതിനായി പോലീസ് ആ വീട് മുഴുവൻ അരിച്ചുപെറുക്കി പരിശോധിച്ചു. ഡയാൻ മരിച്ചു കിടന്നിരുന്ന ബെഡിൽ അവരുടെ കാലിനടുത്തു നിന്നുമായി 2 കത്തികൾ ലഭിച്ചു. അതുപോലെ മറ്റൊരു റൂമിലെ ബെഡിൽ നിന്നും ഒരു കത്തി കൂടി കണ്ടെത്തി. അലൻ സ്കോട്ടിനെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഡയാന് മറ്റൊരു റിലേഷൻഷിപ്പിലൂടെയുണ്ടായ മകൻ മാറ്റിന്റെ റൂമായിരുന്നു അത്. കോളേജ് സ്റ്റുഡന്റായ മാറ്റ് ഹോസ്റ്റലിലായിരുന്നു താമസിച്ച് പഠിച്ചിരുന്നത്. ഈ കൊലപാതകം നടക്കുമ്പോഴും അവൻ ആ വീട്ടിലുണ്ടായിരുന്നില്ല. പക്ഷേ അവന്റെ റൂമിൽ നിന്നും ആ കത്തി കിട്ടിയത് പോലീസുകാരിൽ പല സംശയങ്ങളും ഉണ്ടാക്കി. ആ വീടിനകത്തേക്ക് ആരും അതിക്രമിച്ചു വന്നതിന്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അലൻ സ്കോട്ട് കുളിക്കാനായി കയറുമ്പോൾ ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടാവില്ല എന്നും പരിചയക്കാർ ആരെങ്കിലും ആ വീട്ടിലുള്ളത് കൊണ്ടാവണം അലൻ ഡോർ ലോക്ക് ചെയ്യാതെ കുളിക്കാൻ കയറിയത് എന്നും പോലീസ് ചിന്തിക്കുന്നു. ഈ കേസിൽ പോലീസ് ആദ്യം ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് സാറ ജോൺസണെയാണ്. കാരണം ഈ സംഭവം ആദ്യം അറിഞ്ഞതും അയൽക്കാരെ വിവരമറിയിച്ചതും അവളാണ്. സ്വാഭാവികമായി സാറയിൽ നിന്നും നിർണായകമായ മൊഴികൾ ലഭിക്കുമെന്ന് പോലീസിന് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഉറക്കത്തിലായിരിക്കുമ്പോഴാണ് താൻ ആദ്യത്തെ വെടിയൊച്ച കേട്ടത് എന്നും രണ്ടാമത്തെ വെടിയൊച്ച കേട്ടതോടെ വീടിനകത്താണ് അക്രമം നടക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ഞാൻ സഹായം അഭ്യർത്ഥിച്ച് പുറത്തേക്ക് ഓടുകയായിരുന്നു എന്നും കില്ലറിനെ ഞാൻ കണ്ടിരുന്നില്ല എന്നും മാത്രമായിരുന്നു സാറയുടെ വെളിപ്പെടുത്തൽ. ഇതോടെ അയൽവാസികളെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു.
കൊല ചെയ്യപ്പെട്ട അലൻ സ്കോട്ടിന്റെ സുഹൃത്തായ 45 വയസ്സുള്ള മെൽ സ്പീഗലിന്റെ വീട് റെന്റിനടുത്തായിരുന്നു അലനും കുടുംബവും താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. കൊലപാതകം നടന്ന വീടിന്റെ പുറകിൽ തന്നെയായിരുന്നു മെൽ സ്പീഗലിന്റെ വീട്. ഇതോടെ പോലീസ് അയാളെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ മെൽ സ്പീഗൽ സ്ഥലത്തുണ്ടായിരുന്നില്ല. സംശയം തോന്നിയ പോലീസ് അയാളുടെ വീടിനകത്ത് കയറി പരിശോധിച്ചതോടെ വളരെ നിർണായകമായ ഒരു തെളിവ് ലഭിച്ചു. മെൽ സ്പീഗലിന്റെ ബെഡ്റൂമിനകത്ത് നിന്നും ഒരു റൈഫിൾ സ്കോപ്പ് കണ്ടെത്തി. 264 കാലിബർ വിൻസ്റ്റൺ റൈഫിളിന്റെ സ്കോപ്പായിരുന്നു അത് എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസുകാരുടെ സംശയം വർദ്ധിച്ചു. ഈ കൊലപാതകങ്ങളിൽ മെൽ സ്പീഗലിന് പങ്കുണ്ടാവുമെന്ന് ഉറപ്പിച്ച പോലീസ് അയാളെ കണ്ടെത്താനുള്ള തിരച്ചിൽ ആരംഭിച്ചു. അതിനു മുന്നായി കൊലപാതകം നടന്ന വീട് പൂട്ടി സീൽ ചെയ്തു. ഈ സമയത്താണ് വീടുകളിലെ വേസ്റ്റ് കളക്ട് ചെയ്യുന്നതിനായി വേസ്റ്റ് ഡിസ്പോസൽ ട്രക്ക് സ്ഥലത്തെത്തിയത്. എന്നാൽ കൊലപാതകം നടന്ന വീടിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു ട്രാഷ് കാനുകളിൽ നിന്നും വേസ്റ്റ് കളക്ട് ചെയ്യരുത് എന്ന് പോലീസ് അവർക്ക് നിർദ്ദേശം നൽകി. കാരണം കൊലപാതകം നടത്തിയതിനു ശേഷം ആ വീട്ടിൽ നിന്നും ഇറങ്ങിയോടിയ കില്ലർ ഏതെങ്കിലും ട്രാഷ് കാനുകളിൽ തെളിവുകൾ ഉപേക്ഷിച്ചിട്ടുണ്ടാവുമെന്ന് പോലീസുകാർക്ക് ഉറപ്പുണ്ടായിരുന്നു. അവരത് കണ്ടെത്തുന്നതിനുള്ള തിരച്ചിലും ആരംഭിച്ചു. ഓരോ ട്രാഷ് കാനുകളായി പരിശോധിച്ചു വരുന്നതിനിടയ്ക്ക് കൊലപാതകം നടന്ന വീടിന്റെ ഒരു വീടിനപ്പുറത്തുള്ള ട്രാഷ് കാനിൽ നിന്നും നിർണായകമായ ചില തെളിവുകൾ കണ്ടെത്തി. ചോരപുരണ്ട പിങ്ക് കളറിലുള്ള ഒരു ബാത്റോബാണ് ആദ്യം കണ്ടെത്തിയത്. ആ ബാത്റോബ് പുറത്തെടുത്ത് പരിശോധിച്ചപ്പോൾ അതിനകത്ത് നിന്നും വീണ്ടും തെളിവുകൾ ലഭിച്ചു. ബ്രൗൺ കളറിലുള്ള ഒരു ലാറ്റക്സ് ഗ്ലൗസും കുറച്ച് വെടിയുണ്ടകളും ആ ബാത്റോബിനകത്ത് വെച്ച് പൊതിഞ്ഞ് ആ ട്രാഷ് കാനിൽ കളഞ്ഞിട്ടാണ് കില്ലർ പോയിട്ടുള്ളത്. വലത് കൈയിൽ ഉപയോഗിക്കുന്ന ഗ്ലൗ ആണ് ആ ട്രാഷ് കാനിനകത്തുണ്ടായിരുന്നത്. ഇടത് കൈയിൽ ഉപയോഗിക്കുന്ന ഗ്ലൗ ഓൾറെഡി ക്രൈം സീനിൽ നിന്നും പോലീസിന് ലഭിച്ചിരുന്നു. ലഭിച്ച തെളിവുകളെല്ലാം വിദഗ്ധ പരിശോധനയ്ക്കായി പോലീസ് ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. അതിനോടകം കൊലപാതകങ്ങൾ നടന്ന വീടിന്റെ ഉടമസ്ഥനും കേസിലെ മെയിൻ സസ്പെക്റ്റുമായ മെൽ സ്പീഗൽ പോലീസ് കസ്റ്റഡിയിലായി കഴിഞ്ഞിരുന്നു. ഐഡഹോ സ്റ്റേറ്റിൽ തന്നെയുള്ള ബോയ്സി എന്ന സ്ഥലത്തു നിന്നുമാണ് മെൽ സ്പീഗലിനെ പോലീസ് കണ്ടെത്തിയത്. കുടുംബവുമൊത്ത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്കായി സെപ്റ്റംബർ 1 തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് എന്നായിരുന്നു ചോദ്യം ചെയ്ത സമയത്ത് മെൽ സ്പീഗൽ പറഞ്ഞത്. മെൽ സ്പീഗലിന്റെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ പോലീസ് ചോദ്യം ചെയ്തതോടെ അയാൾ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. അലൻ സ്കോട്ട് തന്റെ വീട് റെന്റിനെടുത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്നും ഇതുവരെ തങ്ങൾക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും മരണവിവരം ഞങ്ങളെ നടുക്കിക്കളഞ്ഞു എന്നുകൂടി മെൽ സ്പീഗൽ പറഞ്ഞു. എന്നാൽ പോലീസ് മർഡർ വെപ്പൺ കാണിച്ചതോടെ മെൽ സ്പീഗലിന്റെ മുഖമാകെ മാറി വിളറി വെളുത്തു. കാരണം അയാളുടെ ഉടമസ്ഥതയിലുള്ള റൈഫിളായിരുന്നു അത്. അതെങ്ങനെ ക്രൈം സീനിൽ എത്തി എന്നുള്ളത് തനിക്കറിയില്ല എന്നാണ് മെൽ സ്പീഗൽ പറഞ്ഞത്. പോലീസ് അയാളുടെ മൊഴി വിശ്വാസത്തിലെടുത്തു. കാരണം മെൽ സ്പീഗലിന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി കില്ലർ ആ റൈഫിൾ മോഷ്ടിച്ചതാണ് എന്ന് അതിനോടകം പോലീസിന് വിവരം ലഭിച്ചിരുന്നു. അത് ആരാവാനാണ് സാധ്യത എന്ന് പോലീസ് മെൽ സ്പീഗലിനോട് ചോദിച്ചപ്പോൾ അയാൾ ഒരു പേര് പറഞ്ഞു. അതാണ് കേസിൽ നിർണായക വഴിത്തിരിവുണ്ടാക്കിയത്. മെൽ സ്പീഗൽ പറഞ്ഞ പേരായിരുന്നു ബ്രൂണോ സാന്റോസ്. സാറ ജോൺസണുമായി ഡേറ്റിംഗിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു 19 വയസ്സുള്ള ബ്രൂണോ സാന്റോസ്. എന്നാൽ സാറയ്ക്ക് ബ്രൂണോയുമായുള്ള അടുപ്പം അലൻ സ്കോട്ടിനും ഡയാനും ഇഷ്ടമായിരുന്നില്ല. കാരണം സ്കൂൾ ഡ്രോപ്പ് ഔട്ടായ ബ്രൂണോ സാന്റോസ് ഡ്രഗ്സ് വിൽപ്പന നടത്തുന്ന ഗ്രൂപ്പിലെ പ്രധാനിയാണ്. അവൻ അമേരിക്കയിൽ താമസിക്കുന്നത് തന്നെ നിയമവിരുദ്ധമായിട്ടായിരുന്നു. ഇതെല്ലാം അറിയാമായിരുന്ന അലൻ സ്കോട്ട് ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ പറഞ്ഞ് സാറയെ നിർബന്ധിച്ചിരുന്നു. കൂടാതെ ബ്രൂണോയെ ആ വീട്ടിലേക്ക് അടുപ്പിച്ചിരുന്നില്ല. ഇത് ബ്രൂണോയ്ക്കും അലൻ സ്കോട്ടിനുമിടയിൽ തർക്കത്തിന് വഴിവെച്ചു. അതുകൊണ്ടാണ് സംശയമുള്ള ഒരു പേര് പറയാൻ പറഞ്ഞപ്പോൾ മെൽ സ്പീഗൽ ആദ്യം തന്നെ ബ്രൂണോ സാന്റോസിന്റെ പേര് പറഞ്ഞത്. കൊലപാതകങ്ങൾ നടത്തിയിരിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരാളുടെ പേര് പോലീസുകാരുടെ ശ്രദ്ധയിലേക്ക് വന്നതോടെ കേസന്വേഷണം ചൂടുപിടിച്ചു. ആദ്യം ജോൺസൺസ് ഫാമിലിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും പോലീസ് കളക്ട് ചെയ്തു. 1980കളുടെ തുടക്കത്തിലാണ് അലനും ഡയാനും കണ്ടുമുട്ടുന്നത്. 1983 ഇരുവരും വിവാഹവും കഴിച്ചു. അലനെ കണ്ടുമുട്ടുന്നതിന് മുൻപുള്ള റിലേഷൻഷിപ്പിൽ ഡയാന് ഒരു മകനുണ്ടായിരുന്നു, മാറ്റ്. വിവാഹശേഷം അലൻ മാറ്റിനെ ദത്തെടുക്കുകയും സ്വന്തം മകനെ പോലെ വളർത്തുകയും ചെയ്തു. 1987 സാറ ജോൺസൺ ജനിച്ചു. ബെൽവ്യൂ സിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന ലാൻഡ്സ്കേപ്പിംഗ് ഫേമിന്റെ സഹോടമകളിൽ ഒരാളായിരുന്നു അലൻ സ്കോട്ട്. ഡയാൻ ടാക്സ് കളക്ടറായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. 2 കുട്ടികളെയും അവർ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. ഐഡഹോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന 22 വയസ്സുള്ള മാറ്റ് ഹോസ്റ്റലിലായിരുന്നു താമസം. 16-കാരിയും ഹൈസ്കൂൾ സ്റ്റുഡന്റുമായിരുന്ന സാറ മാത്രമായിരുന്നു പാരന്റ്സിനോടൊപ്പം ഉണ്ടായിരുന്നത്. സാറ ബ്രൂണോ സാന്റോസിനെ പരിചയപ്പെടുന്നതുവരെ ആ കുടുംബം വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്.
എന്നാൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ ഒരാളാണ് തന്റെ മകളുടെ കാമുകനെന്നറിഞ്ഞതോടെ അക്കുടുംബത്തിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. സാറയെ ഏറ്റവുമധികം സ്നേഹിച്ചിരുന്ന അലൻ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ അവളെ നിർബന്ധിച്ചു. എന്നാൽ ഒരു ടീനേജുകാരിയുടെ വാശിക്ക് മുൻപിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു കാരണവശാലും ബ്രൂണോയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് സാറ ഉറപ്പിച്ചു പറഞ്ഞു. ഇതേ ചൊല്ലി മിക്ക ദിവസങ്ങളിലും അവരുടെ വീട്ടിൽ വഴക്കുണ്ടാവാൻ തുടങ്ങി. ഈ സമയത്താണ് തുടക്കത്തിൽ പറഞ്ഞ സംഭവങ്ങൾ നടക്കുന്നത്. അലൻ സ്കോട്ടും ഡയാനും അതിദാരുണമായി കൊല ചെയ്യപ്പെടുന്നു. ബ്രൂണോ സാന്റോസിന് ഈ കൊലപാതകങ്ങളിൽ പങ്കുണ്ടെങ്കിൽ അതിൽ സാറ ജോൺസന്റെ സഹായം ഉണ്ടായിട്ടുണ്ടാവുമെന്നും പോലീസ് ചിന്തിക്കുന്നു. അതിൻ പ്രകാരം രണ്ടാളെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ തങ്ങൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്നാണ് രണ്ടാളും പറഞ്ഞത്. ബ്രൂണോ സാന്റോസ് ഈ കൊലപാതകം നടത്തിയിരിക്കാനുള്ള കൃത്യമായ മോട്ടീവുണ്ട്. ഈ കൊലപാതകം നടക്കുന്നതിന് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് അലൻ സ്കോട്ട് പോലീസിൽ ഒരു പരാതി കൊടുത്തിരുന്നു. ബ്രൂണോ സാന്റോസ് തന്റെ പ്രായപൂർത്തിയാവാത്ത മകളെ പീഡിപ്പിക്കുന്നു എന്നായിരുന്നു പരാതി. ഈ പരാതിയിന്മേൽ പോലീസ് ബ്രൂണോയ്ക്കെതിരെ കേസെടുത്തിരുന്നുവെങ്കിലും സാറ ബ്രൂണോയ്ക്ക് അനുകൂലമായ മൊഴി കൊടുത്തതോടെ കേസ് തള്ളിപ്പോയി. അതിന്റെ ദേഷ്യത്തിലായിരിക്കും ബ്രൂണോ സാന്റോസ് ഈ കൊലപാതകങ്ങൾ നടത്തിയത് എന്നാണ് പോലീസ് നിഗമനം. എന്നാൽ ബ്രൂണോ സാന്റോസ് പോലീസിന്റെ നിഗമനങ്ങളെ മുഴുവൻ തള്ളിക്കളഞ്ഞു. എനിക്ക് സാറയോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്, പക്ഷേ അവളെ സ്വന്തമാക്കാൻ വേണ്ടി കൊലപാതകങ്ങൾ നടത്താൻ മാത്രം മണ്ടനല്ല താൻ എന്ന് പറഞ്ഞ് ബ്രൂണോ ദേഷ്യത്തോടെ പ്രതികരിച്ചു. കൊലപാതകങ്ങൾ നടന്ന ദിവസം രാവിലെ ബ്രൂണോ സാന്റോസിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് പോലീസ് ട്രാക്ക് ചെയ്തു. മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിച്ചിരുന്നത് ബ്രൂണോയുടെ വീട് തന്നെയായിരുന്നു. സെപ്റ്റംബർ 2 രാവിലെ ബ്രൂണോ വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് അവന്റെ അമ്മ മൊഴി കൊടുത്തു. മൊബൈൽ ടവർ ലൊക്കേഷനോ സ്വന്തം അമ്മയുടെ മൊഴിയോ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബ്രൂണോ സാന്റോസിനെ സസ്പെക്റ്റായി കണക്കാക്കി തന്നെയാണ് കേസന്വേഷണം മുന്നോട്ട് പോയത്. പക്ഷേ ഇതിനിടയിൽ ഫോറൻസിക് ടീം നിർണായകമായ ചില വഴിത്തിരിവുകൾ കൊണ്ടുവന്നു. ക്രൈം സീനിൽ നിന്നും കില്ലർ രക്ഷപ്പെട്ട വഴി കണ്ടെത്താനായി അൾട്രാ വയലറ്റ് ലൈറ്റുകൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ സാറ ജോൺസന്റെ റൂമിലേക്ക് കില്ലർ പോയിട്ടുള്ളതിന്റെയും അലൻ സ്കോട്ടിന്റെയും ഡയാന്റെയും ബ്ലഡ് ആ റൂമിലായിട്ടുണ്ട് എന്നുള്ളതിന്റെയും തെളിവുകൾ ലഭിച്ചു. അതിനോടകം കൊലപാതകം നടന്ന വീടിന് പുറത്തുള്ള ട്രാഷ് ക്യാനിൽ കില്ലർ ഉപേക്ഷിച്ച ബാത്റൂമിൽ നിന്നും ഹാൻഡ് ഗ്ലൗസിൽ നിന്നും ഫോറൻസിക് ടീം നിരവധി തെളിവുകൾ കണ്ടെത്തി. ബാത്റൂമിൽ നിന്നും കില്ലറിന്റെ DNA-യും ഹാൻഡ് ഗ്ലൗസിൽ നിന്നും കില്ലറിന്റെ ഫിംഗർ പ്രിന്റ്സും DNA-യുമാണ് ലഭിച്ചത്. ഇതോടെ ബ്രൂണോ സാന്റോസിന്റെ ഫിംഗർ പ്രിന്റ്സും DNA സാമ്പിളും പരിശോധനകൾക്കായി ഫോറൻസിക് ടീം കളക്ട് ചെയ്തു. എന്നാൽ അത് കില്ലറിന്റെ DNA-യുമായോ ഫിംഗർ പ്രിന്റുമായോ മാച്ച് ആയില്ല. ചുരുക്കി പറഞ്ഞാൽ ക്രൈം സീനിൽ ബ്രൂണോ സാന്റോസ് വന്നിട്ട് പോയതിന്റെ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ തെളിവുകളെല്ലാം മറ്റൊരാൾക്കെതിരായിരുന്നു, സാറ ജോൺസൺ. ബാത്റൂമിൽ നിന്ന് ലഭിച്ച DNA-യും ഹാൻഡ് ഗ്ലൗസിൽ നിന്ന് ലഭിച്ച ഫിംഗർ പ്രിന്റ്സും സാറ ജോൺസന്റെ ആയിരുന്നു. ഇതോടെ പോലീസ് ബ്രൂണോ സാന്റോസിനെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുകയും സാറ ജോൺസനെ കേസിലെ പ്രൈം സസ്പെക്റ്റായി കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷം അലൻ സ്കോട്ടിന്റെയും ഡയാൻ ജോൺസന്റെയും കുടുംബാംഗങ്ങളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. പാരന്റ്സിന്റെ മരണശേഷമുള്ള സാറ ജോൺസന്റെ സ്വഭാവ രീതികളെക്കുറിച്ചായിരുന്നു പോലീസുകാർക്ക് അറിയേണ്ടിയിരുന്നത്. ഇത്തരത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിനിടെ ഫാമിലി മെമ്പേഴ്സിൽ ചിലർ സാറയ്ക്കെതിരായി പല വെളിപ്പെടുത്തലുകളും നടത്തി. പാരന്റ്സ് കൊല ചെയ്യപ്പെട്ടതിന്റെ ഒരു വിഷമവും അവളിൽ പ്രകടമായിരുന്നില്ല. സാധാരണയിൽ കൂടുതൽ ഇൻട്രസ്റ്റോടെ തന്നെ അവൾ സ്കൂളിലേക്ക് പോയി തുടങ്ങി. പുതിയ നെയിൽ പോളിഷുകൾ ഇടുകയും പുതിയ ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യുകയും ചെയ്തു. എന്തിന് പാരന്റ്സിന്റെ കൊലപാതകത്തിൽ സസ്പെക്ട് ആയിരുന്ന ബ്രൂണോ സാന്റോസിനോടുള്ള അടുപ്പത്തിൽ പോലും അവൾക്ക് ഒരു കുറവും വന്നിട്ടുണ്ടായിരുന്നില്ല. അസുഖങ്ങളോ മറ്റോ വന്നതിനെ തുടർന്നുണ്ടായ മരണമാണ് പാരന്റ്സിന് സംഭവിച്ചതെങ്കിൽ സാറ പെട്ടെന്ന് റിക്കവറായതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഐഡഹോ സ്റ്റേറ്റ് മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഇരട്ട കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും സാറയിലുണ്ടായ മാറ്റം ഫാമിലി മെമ്പേഴ്സിനിടയിൽ തന്നെ വലിയ ചർച്ചയായിരുന്നു. ഈ സമയത്താണ് പോലീസിന് സാറയ്ക്കെതിരായ തെളിവുകൾ ലഭിച്ചത്. ഫാമിലി മെമ്പേഴ്സിന്റെ മൊഴി കൂടിയായതോടെ സാറയാണ് ഈ 2 കൊലപാതകങ്ങളും പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത് എന്ന് പോലീസുകാർ ഉറപ്പിച്ചു. പോലീസ് കണ്ടെത്തിയ പിങ്ക് ബാത്റൂം സാറയുടേതാണെന്ന് അവളുടെ ഹാഫ് ബ്രദർ മാറ്റ് തിരിച്ചറിഞ്ഞതും തന്റെ വീട്ടിൽ റൈഫിളുള്ള കാര്യം സാറയ്ക്ക് അറിയാമായിരുന്നു എന്ന് മെൽ സ്പീഗൽ വെളിപ്പെടുത്തിയതും കേസിൽ നിർണായകമായി. എന്നാൽ കൊലപാതക വിവരം അയൽവാസികളെ അറിയിക്കാനായി എത്തിയപ്പോൾ സാറയുടെ ദേഹത്തെ ചോരപ്പാടുകളൊന്നും കണ്ടില്ല എന്നാണ് നെയ്ബേഴ്സിന്റെ മൊഴിയിൽ പറയുന്നത്. ദേഹത്ത് ചോര തെറിക്കാതിരിക്കാനാണ് കൃത്യം നടത്തുമ്പോൾ സാറ ബാത്റൂം ധരിച്ചിരുന്നത് എന്നും അത് ഊരി ട്രാഷ് ക്യാനിൽ ഇട്ടതിനു ശേഷമായിരിക്കും അവൾ നെയ്ബേഴ്സിന്റെ വീട്ടിലെത്തി കാര്യം പറഞ്ഞത് എന്നുമായിരുന്നു പോലീസ് നിഗമനം. ഉടനെ തന്നെ സാറയെ പോലീസ് വീണ്ടും കസ്റ്റഡിയിലെടുക്കുകയും വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കുകയും ചെയ്തു. ചോദ്യം ചെയ്യലിൽ 5ഓളം തവണയാണ് സാറ ജോൺസൺ അവളുടെ സ്റ്റോറി മാറ്റി പറഞ്ഞത്.
അതുപോലെ DNA എവിഡൻസുകളും ഫിംഗർ പ്രിന്റ്സുമെല്ലാം തനിക്കെതിരാണ് എന്നറിഞ്ഞിട്ടും സാറ ജോൺസൺ കുറ്റസമ്മതം നടത്താൻ തയ്യാറായില്ല. 2003 ഒക്ടോബർ 29 പാരന്റ്സിനെ കൊലപ്പെടുത്തിയ കേസിൽ സാറ ജോൺസനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു 16-കാരി അവളുടെ പാരന്റ്സിനെ കൊലപ്പെടുത്തി എന്നുള്ളത് അമേരിക്ക മുഴുവൻ വലിയ വാർത്തയായി. 19 വയസ്സുള്ള ബ്രൂണോ സാന്റോസ് മെക്സിക്കോയിൽ നിന്നും കുടിയേറി അനധികൃതമായിട്ടായിരുന്നു അമേരിക്കയിൽ താമസിച്ചു വന്നിരുന്നത്. ഇതറിയാമായിരുന്ന അലൻ സ്കോട്ട് സാറയെ താക്കീത് ചെയ്തിരുന്നു. ബ്രൂണോയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ അവനെ മെക്സിക്കോയിലേക്ക് തന്നെ തിരിച്ചയക്കാനുള്ള വഴികൾ എനിക്ക് ആലോചിക്കേണ്ടി വരുമെന്നായിരുന്നു അലൻ സ്കോട്ട് സാറയോട് പറഞ്ഞത്. ഇത് സാറയെ പ്രകോപിപ്പിച്ചു. അവസാനം അത് പാരന്റ്സിന്റെ കൊലപാതകത്തിലെത്തുകയായിരുന്നു എന്നാണ് കൊലപാതകത്തിന്റെ മോട്ടീവായി പോലീസ് പറയുന്നത്. 2005 ഫെബ്രുവരിയിൽ സാറ ജോൺസന് 18 വയസ്സായതോടെയാണ് കേസിലെ വിചാരണ ആരംഭിച്ചത്. സാറ നിരപരാധിയാണെന്നും മറ്റാരോ അതിക്രമിച്ചു കയറി വന്നാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുമാണ് ഡിഫൻസ് ടീം വാദിച്ചത്. എന്നാൽ പ്രോസിക്യൂഷൻ കൃത്യമായ തെളിവുകൾ നിരത്തിയതോടെ 5 ആഴ്ച നീണ്ടുപോയ വിചാരണ നടപടികൾക്ക് ശേഷം 2005 മാർച്ച് 16 കേസിൽ കോടതി വിധി പറഞ്ഞു. പരോളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ഇരട്ട ജീവപര്യന്തമാണ് കേസിൽ ശിക്ഷയായി വിധിച്ചത്. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം. ബൈ.